ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 month കഴിഞ്ഞു. പക്ഷെ അവൻ ഇതുവരെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇതുവരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ അവനും അവൻ്റെ ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് അവന് ഞങ്ങൾ വിരുന്നും കാര്യങ്ങളൊക്കെ ആക്കി അവനെ വീട്ടിലോട്ട് ക്ഷണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു മാംഗോ സ്മൂത്തി അടിച്ചു കുടിച്ചു കേട്ടോ. ഞങ്ങൾ തന്നെയാണ് എല്ലാം അരിഞ്ഞ് ഒതുക്കി പറക്കി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം കുക്ക് വരും. അപ്പോൾ കുക്കിന് കുറച്ച് പണി കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ അവൻ അരിഞ്ഞ് വെച്ച് ഉള്ളിന്ന് നൈസായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടാണ്. എന്നിട്ട് കുറച്ച് കക്കരിയും ക്യാരറ്റും ഉള്ളിയൊക്കെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത്, ചിലർ ഇതിനെ ചള്ളാസ് എന്ന് പറയും, ചിലർ ഇതിന് കച്ചമ്പർ എന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപ്പൊക്കെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചു. അതുപോലെ ചിക്കൻ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി എല്ലാം അടിച്ച് വാരി പറക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാനൊരു ലൈമും അതുപോലെ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുക്ക് എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ എടുത്ത് അരിഞ്ഞിട്ട്, അപ്പോൾ അറഞ്ചും മുറിച്ച് വെച്ചുകൊണ്ട് അമ്മ പറയും തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ അമ്മയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിരുന്നുകാരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് ഞാനൊരു ബ്രൂ കോഫി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കേക്കും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ കുറച്ച് കഴിച്ച് ഞങ്ങൾ വിചാരിച്ച് ബോറടിക്കണ്ട, അവർ വീട്ടിൽ തന്നെ ഇരുന്നിട്ടെന്ന്. അവർ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം സൺഡേ ആയതുകൊണ്ട് അവന് ഡ്യൂട്ടിക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. നമ്മളൊരു പള്ളത്തിലോട്ട് പോയതാണ്. പക്ഷെ വഴി തെറ്റി നമ്മൾ നേരെ എത്തിയത് ഒരു പണയിലോട്ടാട്ടാ. ഇനിയും പോയി പിന്നെയും വഴി തെറ്റണ്ടല്ലോ എന്നോർത്തു. മഴ ചെറുതായിട്ട് ചാറാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുവിട്ടാൽ നല്ല സീനറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊച്ചിനൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. മഴ ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മ അവിടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലങ്കാരപ്പണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിയമ്മയും മരുമോനും കൂടെ ബാക്കി ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കിടന്നു. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി പൈനാപ്പിൾ അനാറ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ മസാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അത്രയും നല്ല ടേസ്റ്റ്. അമ്മ ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന പരിപാടിയിലോട്ട് എത്തിയിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അമ്മ വിളമ്പുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം പാകമായിരുന്നു ഫുഡൊക്കെ. കൊച്ചിന് നേരത്തെ ഫുഡ് കൊടുത്ത് അവൻ്റെ വയറ് നിറച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ അവിടെ മൊത്തം അലങ്കോലാക്കി ഇരുത്തും. എന്നാലും അവനൊരു ലെഗ് പീസും കൊടുത്ത് കുറച്ച് റൈസും കൊടുത്ത് അവനവിടെ സമാധാനത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് അടിയിലോട്ട് കടന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് സമയം 10 മണി കഴിഞ്ഞു. അപ്പോൾ സമയം പോയതേ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് നാളെ ജോലിക്ക് പോകാനുള്ള കൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നാളെ അച്ചു ഓട്ടം പോകും. എല്ലാവരും കൂടെ പോയി. അപ്പം എല്ലാവരും വന്നിട്ട് പോയി കഴിയുമ്പോൾ ഒരു വിഷമമാണ്. അച്ഛന് പനി ആയതുകൊണ്ടാണ് അച്ഛൻ വരാഞ്ഞത്. പിന്നെ അമ്മയും അനിയനും കസിനും അവൻ്റെ വൈഫ് എല്ലാവരും കൂടെ പോയി. ഹസ്ബൻഡ് നാളെ പോവും. എല്ലാവരും വന്ന് ഒരു വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് പോയി കഴിയുമ്പോൾ ഒരു മുഖ തന്നെയാണ്. കാരണം നാളെ തൊട്ട് ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും എൻ്റെ ഡെയിലി ഇനിയിപ്പോൾ ഒരു വീഡിയോ വെച്ച് ഡെയിലി ഇടാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.